അല്ലേ? ഇപ്പൊ കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരിക. എല്ലാവരെയും നമുക്ക് ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാജിക് പ്രാക്ടീസിന്റെ 24-ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാന്ത്രിക വടി എന്നാണ് അതിന് പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് നടക്കും എന്നുള്ള ഇതിനു വേണ്ടിയുള്ള ഒരു മാജിക്, ഒരു മാന്ത്രിക വടി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എല്ലാം ആഗ്രഹിക്കുന്നു. അപ്പൊ എന്താഗ്രഹിച്ചാലും അത് നടക്കുന്നുള്ളൊരു കാര്യം അതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മാറ്റം കൊണ്ടുവരും നിങ്ങളുടെ ലൈഫിൽ? എന്താഗ്രഹം? ഇപ്പോൾ നമ്മുടെ മാജിക് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഉണ്ടല്ലോ, ഒരു വടി കണ്ടിട്ടില്ലേ? അപ്പൊ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് നടക്കും എന്നുള്ളതിനുള്ള ഒരു വടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മാജിക് വടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മാന്ത്രിക വടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മാറ്റം കൊണ്ടുവരും നിങ്ങളുടെ ലൈഫിൽ? എന്ത് മാറ്റം കൊണ്ടുവരും? ഇവിടെ ആരും ഇല്ലേ? കഴിയുന്നവരൊക്കെ വീടുകളിൽ വരും കേട്ടോ. ആരും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരില്ല. അപ്പോ നമ്മൾ ആളുകളെല്ലാവരും ചേഞ്ച് ആഗ്രഹിക്കുന്നില്ലേ? ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ചെയ്യുന്നൊരു, പക്ഷെ നമ്മൾ ഒരുപാട് തെറ്റുകൾ അതിൽ ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത്? ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മൾ ചേഞ്ച് പുറത്താണ്, നമ്മൾ ചേഞ്ച് പുറത്ത് വരുത്താൻ ശ്രമിക്കുന്നത്. അകത്ത് ചേഞ്ച് ചെയ്യാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പുറത്ത്, നമ്മൾ പുറത്തുള്ള ആളുകളെ, നമ്മൾ കൂടെയുള്ള ആളുകളെ, അവരെ അവരിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു. പല കാര്യങ്ങളും നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പല കാര്യങ്ങളും നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോ ഈ ഒരു മാന്ത്രിക വടി എന്ന് പറയുന്നത് പുറമേ ഉള്ള കാര്യങ്ങളല്ല, അത് നിങ്ങളുടെ മൈൻഡാണ്, നിങ്ങളുടെ മനസ്സാണ് മാജിക് പാണ്ഡും പറയുന്നത്. അപ്പോ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരേ സിറ്റുവേഷനിൽ രണ്ടാളുകളെ ഡിഫറെന്റ് ആകുന്നത്, റിസൾട്ട് ഡിഫറെന്റ് ആകുന്നത് ചിലപ്പോൾ ഒരു സാഹചര്യമായിരിക്കാം. അവിടെ ആ രണ്ടാളുകളും അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും, അല്ലെ? അപ്പൊ ഒരാള് എന്താ വെച്ചാൽ എപ്പോഴും പ്രോബ്ലം കാണുന്നതാണ്, ഇല്ല എനിക്കത് പറ്റില്ല. മറ്റൊരാള് എന്താ ചെയ്യുന്നത്? അവിടെ ട്രൈ ചെയ്യും. ഇപ്പോ സിറ്റുവേഷൻ സെയിം ആണ്. എപ്പോഴും പറയുന്നതാണ്, ഇത് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എല്ലാ മാജിക്, അധികം മാജിക് പ്രാക്ടീസും പറയുന്നതാണ്. ഒരേ സിറ്റുവേഷനിലുള്ള രണ്ടാളുകളുടെ രണ്ട് റിസൾട്ട്. ഒരാൾക്ക് ചിലപ്പോൾ കോൺഫിഡന്റ് ഉണ്ടാവില്ല, അവരുടെ കാര്യങ്ങൾ നടക്കില്ല. മറ്റൊരാൾക്ക് നല്ല കോൺഫിഡൻറ്റോടു കൂടി അവരുടെ റിസൾട്ടിൽ നല്ല മാറ്റം വരാം. പക്ഷേ ഈ സിറ്റുവേഷനിൽ അവരുടെ റിസൾട്ട് ഡിഫറെന്റ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ പുറത്തല്ല കാര്യങ്ങൾ മാറ്റം വരുന്നത്, അവരുടെ മൈൻഡിലാണ്. അപ്പൊ മൈൻഡ് എന്ത് ചെയ്യുന്നു? അപ്പൊ ഇവിടെ കാര്യങ്ങൾ മാറ്റം വരുന്നത് കൊണ്ട് മൈൻഡ് എന്താണ് ചെയ്തത്? അവിടെ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ ആണ്. എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അല്ലെ? നമ്മൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ്? നമ്മുടെ മൈൻഡ് ആദ്യം ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യും, അല്ലെ? നമുക്ക് എന്ത് കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അത് നേടിയെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതൊരു ചിന്തകളായിട്ട് മാറും, അല്ലെ? ആദ്യം ഒരു ചിന്തയിൽ നിന്നാണല്ലോ ഇപ്പൊ ഈ കാണുന്നത്, നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്, ഈ Zoom, നിങ്ങളുടെ മുന്നിലുള്ള ഫോൺ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആദ്യം
നമ്മുടെ മൈൻഡിൽ ഒരു ചിന്ത ക്രിയേറ്റ് ചെയ്യുന്നു, തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും അല്ലേ? എല്ലാ തോട്ടും ഫീലിംഗ് വരുന്നുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇതൊരു ഫീലിംഗ് അല്ലേ? ചിലപ്പം സങ്കടമായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, സന്തോഷമായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ തോട്ടും ഓരോ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള കാര്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കുമ്പോൾ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇത് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് ആക്ഷൻ എടുക്കാൻ സ്ഥിരമായിട്ട് ചിന്തിച്ചു വരുമ്പോൾ ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ആക്ഷൻ എടുക്കാൻ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അവിടെ റിസൾട്ട് ഉണ്ടാവും. റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങൾക്ക് അതാണ് എന്ത് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, അതിൽ നിന്ന് എന്ത് ഫീൽ ചെയ്യുന്നു, നിങ്ങൾ അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു, അതാണ് നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ലൈഫിലൊക്കെ എപ്പോഴും പറയുന്ന പോലെ ലൈഫ് ഓരോ കാര്യങ്ങളും ലൈഫിൽ 2 പ്രാവശ്യം സംഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ 2 പ്രാവശ്യം ഇപ്പൊ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ ലൈഫിലുള്ള കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും 2 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ മനസ്സിലും, പിന്നെ റിയാലിറ്റി ആയിട്ടും. അപ്പൊ ഈ മാജിക് വേണ്ട ഈ ഒരു കാണാൻ പറ്റില്ല അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് കാണാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ ലൈഫ് എല്ലാം കാണാൻ പറ്റും അല്ലേ? അത് എല്ലാം ഈ ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ മൈൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് അധികം ആളുകൾ ഇത് വിശ്വസിക്കാത്തത്? ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാത്തത് എന്താണ്? അവർ ആളുകൾ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്? ഈ മൈൻഡിൽ ഇത്രയും പവർ ഉണ്ട്, ഇത് പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ മനസ്സിൽ നിന്നാണെന്ന് എന്തുകൊണ്ട് അധികം ആളുകളും വിശ്വസിക്കാത്ത വെച്ചാൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് എന്ത് സംഭവിച്ചു ഇല്ലേ? റിയാലിറ്റിയിൽ കാണുന്നത് മാത്രമേ അധികം ആളുകളും വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളായിരിക്കും, എന്ത് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ എന്ത് ചിന്തിച്ചു എന്നുള്ളത് അല്ലെ, അത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചിന്തിച്ചു എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല, അത് ശ്രദ്ധിക്കാറില്ല അല്ലെ? നമ്മൾ ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ ബ്ലെയിം ചെയ്യുന്നത്, കുറ്റപ്പെടുത്തും സിറ്റുവേഷൻ, ആളുകൾ അല്ലെ? പല സന്ദർഭങ്ങളും അവര് ബ്ലെയിം ചെയ്യും, കുറ്റപ്പെടുത്തുകയും ചെയ്യും അല്ലെ? ആളുകളെ കുറ്റപ്പെടുത്തും, ഇനി ലക്കില്ല എന്ന് പറയും, സ്വയം ബ്ലെയിം ചെയ്യുകയും ചെയ്യും. അപ്പോ പ്രോബ്ലം എവിടെയാണ്? പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ പാറ്റേൺ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു മാജിക് മാൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനും കഴിയും. കാരണം കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നിങ്ങളുടെ തോട്ട് ചേഞ്ച് ചെയ്താൽ, നിങ്ങളുടെ ചിന്തകൾ ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ ഫീലിംഗ് ചേഞ്ച് ആവും. ഫീലിംഗ് ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ ആക്ഷൻ ചേഞ്ച് ആവും. ആക്ഷൻ ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ടും ചേഞ്ച് ആവും. അപ്പൊ അപ്പൊ അവിടെ എന്താണ്? നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ വരുന്ന ഓരോ തോട്ടും നിങ്ങൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഇപ്പം ഡോക്ടർ ആഷി മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ ഇപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം ചിന്തിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രം ചിന്തിക്കുക. ആ തോട്ട് മാത്രം നിങ്ങളുള്ളിൽ ഒരു ദിവസത്തെ 80% നമുക്ക് എന്താണോ വേണ്ടത് അത്തരം കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു കിടക്കാന്ന് പറയും അല്ലേ? അപ്പോ നിങ്ങളുടെ മൈൻഡ് ആദ്യം ചേഞ്ച് ചെയ്യുക. അവിടെ എന്താണ് ചിന്തിക്കുന്നത് ആ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ലൈഫും ചേഞ്ച് ആവും, പുറമേയുള്ള കാര്യങ്ങൾ അവിടെ ചേഞ്ച് ആവും. ഇപ്പൊ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു റിമോട്ട് കൺട്രോളർ പോലെയാണ് അല്ലെ? റിമോട്ട് ചേഞ്ച് ചെയ്താൽ എന്താ സംഭവിക്കാം? നമുക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പൊ അതേപോലെ തന്നെയാണ് മൈൻഡ് ചേഞ്ച് ചെയ്താൽ നമ്മുടെ ലൈഫിന്റെ എക്സ്പീരിയൻസ് വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ? ഓരോ കാര്യങ്ങളും
പറഞ്ഞു തോട്ടിൽ നിന്നാണ്, ചിന്തയിൽ നിന്നാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മുടെ ലൈഫൊക്കെ. ഇപ്പോ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ നല്ല രീതിയിൽ പോകുന്നുണ്ടത് ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ ചിന്തയിൽ നിന്നാണ്. ഇനി മോശമായിട്ടുള്ള ലൈഫാണ് നിങ്ങളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതും നിങ്ങളുടെ ചിന്തയിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് മൈൻഡിൽ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സത്യം, എന്താണ് കള്ളം, എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും പരാതികളാണ്, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ ലൈഫിൽ കൂടുതലായിട്ട് വരുന്നത് അത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് നിങ്ങൾക്കൊരു മാന്ത്രിക പടി അന്വേഷിച്ച് പുറത്ത് പോകേണ്ടതില്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതാണ് നിങ്ങളുടെ മൈൻഡാണ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ നമ്മൾ പലപ്പോഴും അല്ലെ പറഞ്ഞു ഒരു റിസൾട്ട് മാത്രം അല്ലെ പ്രതീക്ഷിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ എവിടെ നിന്നാണ് വരുന്നത്? റിസൾട്ട് എന്ന് പറയുന്നത് ഇതിന്റെ എൻഡാണ്. അതിന്റെ മുൻപ് ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലെ. നേരത്തെ പറഞ്ഞു തോട്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ആദ്യത്തെ വിത്ത് എല്ലാം തുടങ്ങുന്നത് നമ്മുടെ തോട്ടിൽ നിന്നാണ്. അത് പറഞ്ഞു തോട്ട്. ആദ്യം ചിന്തകൾ വരും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതൊരു വിത്ത് പോലെ, ഒരു സീഡ് പോലെയാണ്. ഒരു ചെറിയ തോട്ട് പോലും നിങ്ങൾ ചെറുതായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത് പതുക്കെ വലിയ റിയാലിറ്റിയായി മാറും അല്ലെ. നിങ്ങൾ ആ ചെറിയ ആദ്യം ഒരു ചിന്തയിലായിരിക്കും വരുന്നത്. ഇതിന്റെ പ്രോസസ് ഇങ്ങനെയാണ്. ആദ്യം ഒരു ചിന്ത വരും, അത് നിങ്ങളൊരു വിത്ത് പാകുന്ന പോലെയാണ്, നിങ്ങൾക്കൊരു വിത്ത് പോലെയാണത്. അപ്പൊ അത് വളർന്ന് വലുതായി നിങ്ങൾ ഓരോ ദിവസവും അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ തോട്ട് പതുക്കെ പതുക്കെ അത് റിയാലിറ്റി ആയി മാറും. നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാണ്, നിങ്ങൾ എനിക്കത് പറ്റില്ല ഇല്ലേ, ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് പറ്റില്ല എന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഇല്ലേ, അത് ഒരു ചിന്തയാണ് ഫസ്റ്റ് വരുന്നത്. പക്ഷെ ഇത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതൊരു വിശ്വാസമായിട്ട് മാറും അല്ലെ. അപ്പൊ ഇതാണ് ആദ്യം സംഭവിക്കുന്നത്. ഇതൊരു വിത്ത് പാകിയ പോലെ, വിത്ത് ഇട്ടത് പോലെയാണ്. അപ്പൊ അത് നിങ്ങൾ ആദ്യം എനിക്ക് പറ്റില്ല എന്നുള്ള, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് അത് സ്ഥിരമായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ അതൊരു വിശ്വാസമായി മാറും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പാറ്റേൺ ആയിട്ട് ആ ഒരു വിശ്വാസം ഒരു പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടോ? പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കില്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇന്ന് വന്നതല്ല, ഇപ്പോ ഉണ്ടായതല്ല. ഇതിന് കാരണം ഉണ്ടാകുന്നതിന് മുൻപ് അതേപോലെ ചിന്തിച്ച് ചിന്തിച്ച് അത് സ്ഥിരമായിട്ട് വന്നത് കൊണ്ട് വന്നതാണ്. അപ്പൊ ഈ തോട്ട് വന്നാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീലിംഗ് അല്ലെ. ഈ തോട്ട് വന്നാൽ ഫീലിംഗ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ നിങ്ങൾക്ക് ഈ തോട്ടില് ഫീലിംഗ് ഇല്ലെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ ഈ ഫീലിംഗ് കൂടെ ചേർന്നാലാണ് ഇതൊരു പവർഫുൾ സിഗ്നൽ ആയിട്ട് വരുന്നത്. അപ്പൊ തോട്ടിന് ഫീലിംഗ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. ഇത് ചേർന്നാലാണ്, ഇതുകൂടെ ചേർന്നാലാണ് ഇത് പവർഫുൾ ആയിട്ട് മാറും. നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഫിയർ ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ എനിക്ക് വേറെ വല്ല കോൺഫിഡൻസ് കുറയും. അപ്പൊ അവിടെ കോൺഫിഡൻസ് കുറയും, ഫിയർ ഉണ്ടാവും, പല കാര്യങ്ങളും സംഭവിക്കും. അപ്പൊ അവിടെ എനിക്ക് പറ്റും എന്നാണെങ്കിലോ നിങ്ങൾക്ക് അവിടെ കോൺഫിഡൻസ് പോകും. അപ്പോ ഈ ഫീലിങ്സ് ആണ് തോട്ടിന് എനർജി നൽകുന്നത്. ഫസ്റ്റ് തോട്ട്, രണ്ടാമത് ഫീലിങ്സ്. അപ്പൊ ഈ തോട്ടിന് എനർജി നൽകുന്ന എന്താണ്? നിങ്ങളുടെ ഫീലിങ്സ് ആണ് അല്ലെ. ചിന്തകൾ വന്നു, അവിടെ എനിക്ക് പറ്റുന്നോ അല്ലെങ്കിൽ പറ്റില്ല എന്ന് വരുന്നത് നിങ്ങളുടെ ആ ഫീലിങ്സ് ആണ് അവിടെ തോട്ടിന് എനർജി നൽകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ആക്ഷൻ. അപ്പോ ഈ ആക്ഷൻ എന്ന് പറയുന്നത് ഫീലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ആക്ഷൻ എടുക്കും അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നടക്കില്ല എന്നുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഫിയർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഉള്ളിൽ ഫിയർ ആണെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കില്ല. നിങ്ങൾ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യും അല്ലെ. ഫിയർ എന്താണ് സംഭവിക്കുന്നത്?
ഭയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യില്ല, അത് മാറ്റി വെക്കും, നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാന്ന് പറയും, അത് മാറ്റി വെക്കും. അവിടെ കോൺഫിഡൻസ് ആണെങ്കിലോ നിങ്ങൾ അതവിടെ ട്രൈ ചെയ്യും. നിങ്ങൾ അതിലേക്ക് ആക്ഷൻ എടുക്കാൻ ട്രൈ ചെയ്യും. ലാസ്റ്റ് ആണ് റിസൾട്ട്. അടുത്ത സ്റ്റെപ്പാണ് റിസൾട്ട്. അപ്പൊ ആക്ഷൻ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങളിപ്പോ ആദ്യം തോട്ട് വന്നു, പിന്നെ ഫീലിംഗ് വന്നു, അല്ലേ? പിന്നെ നിങ്ങൾ ആക്ഷൻ എടുത്തു, പിന്നെ അത് റിപ്പീറ്റ് ചെയ്താലേ, ചെറിയ ആക്ഷൻ പോലും നിങ്ങളത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ റിസൾട്ട് വരും, അല്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലോ അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. ട്രൈ ചെയ്യുന്ന ആളുകൾക്കാണ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്കുക, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഇതൊരു ഈ കാര്യം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ, 4 കാര്യങ്ങൾ അതൊരു സൈക്കിളാണ്. നിങ്ങൾ അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഓ, ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ 2 വ്യക്തികളിൽ ഒരാളെപ്പോഴും പറയാണ് ഞാൻ ഫെയിലാണ്, ഇല്ലേ? ആ ഒരു തോട്ട് വരികയാണ്, ഞാൻ ഫെയിലാവും. ആൾക്കൊരു പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ചാൻസ് കിട്ടി. അപ്പൊ ആളുടെ ഒരു ചിന്ത വരികയാണ് ഞാൻ ഫെയിലാവും. അപ്പൊ ആൾക്ക് ആ ഫീലിംഗ് എന്താണ് വരുന്നത്? ഫിയർ ആണ് വരുന്നത്. സ്റ്റേജിൽ കയറാൻ ഫിയർ ആണ് വരുന്നത്. അപ്പോ അവിടെ എന്താണ്? ആക്ഷൻ അവോയ്ഡ് ചെയ്യണം. റിസൾട്ട് എന്താണ്? ഗ്രോത്ത് ഉണ്ടാവില്ല. വീണ്ടും ആൾക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാനോ അല്ലെങ്കിൽ 4 ആളുടെ മുന്നിൽ സംസാരിക്കാനോ ഭയമാവൂലെ? അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. ആൾക്ക് എന്താണ്? ഫിയർ വരും, ആക്ഷൻ എടുക്കില്ല, അത് അവോയ്ഡ് ചെയ്യും, റിസൾട്ട് ഉണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. റിസൾട്ട് എന്താണ്? ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ രണ്ടാമത്തെ ആള് പറയാണ് ഞാൻ ട്രൈ ചെയ്യും, അല്ലെ? ആളുടെ ഉള്ളിൽ ഒരു തോട്ട് വരും, ആൾക്ക് ഭയം ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും, എന്നാൽ പോലും അയാള് ട്രൈ ചെയ്യും എന്നുള്ളൊരു തോട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആ ഫീലിംഗ് പിന്നീട് എന്താണ്? സ്ഥിരം ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് മാറും, അല്ലേ? ആക്ഷന് അവിടെ എന്താണ്? ആള് സംസാരിക്കും, റിസൾട്ട് എന്താണ്? ഇവിടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ്? സെയിം സിറ്റുവേഷൻ, ആളുകളുടെ ലൈഫ് എന്താണ്? വ്യത്യസ്തമായിരിക്കും, അല്ലെ? അതേ സിറ്റുവേഷനിൽ 2 ആളുകള് 2 രീതിയിൽ ചിന്തിച്ചുകൊണ്ട് 2 രീതിയിലുള്ള റിസൾട്ട് ആണ് ഉണ്ടായത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താണ് വ്യത്യാസം വന്നത്? അവരുടെ ചിന്തകളാണ്, അല്ലേ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങള് മാജിക് മാന്ത്രിക വടി എന്ന് പറയുന്ന നമ്മുടെ മൈൻഡിനെ കുറിച്ചാണ് ഇന്നത്തെ ടാസ്ക്. മൈൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മൈൻഡാണ് നമ്മുടെ മാന്ത്രിക വടി കേട്ടോ. അപ്പൊ അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് വിഷ്വലൈസേഷൻ. എന്താണ് വിഷ്വലൈസേഷൻ? നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓരോ നമ്മുടെ ഗോളൊക്കെ വിഷ്വൽ ചെയ്യാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അല്ലെ? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാം, അല്ലെ? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഫ്യൂച്ചർ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മനസ്സിൽ ക്ലിയർ ആയിട്ട് കാണുക എന്നതാണ്. നിങ്ങൾ എന്താണോ ആവേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഭാവിയിൽ എന്താണ് ആവേണ്ടത്, അത് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ മനസ്സിൽ ക്ലിയർ ആയിട്ട് പിക്ചർ രൂപത്തിൽ കാണാനാണ്. നിങ്ങൾക്കതൊരു മൂവി കാണുന്നത് പോലെ നിങ്ങളുടെ ലൈഫ് ഇമാജിൻ ചെയ്യാം. ഇതെങ്ങനെ? നിങ്ങളുടെ ഫ്യൂച്ചർ ഒരു സീൻ നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഭാവി എങ്ങനെയായിരിക്കും? വലിയ വീട് വേണം, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജോലി, ബിസിനസ്, നിങ്ങളെ ഏത് വാഹനം, നിങ്ങൾ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ കൂടെ ആരൊക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പാർട്ട്നേഴ്സ്, അതേപോലെ ആ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകൾ, എല്ലാം ഇങ്ങനെ ആയിരിക്കണം. നിങ്ങളൊരു മൂവി കാണുന്ന പോലെ എന്ത് റിസൾട്ട് കാണണം. അപ്പൊ അങ്ങനെ കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ മൈൻഡിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്തുകൊണ്ടാണ് വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യുന്നത്? നമ്മൾ മൂവി കാണുന്ന തോന്നുന്ന ഭാവി എന്ത് വേണം, എങ്ങനെ വേണം കാണാൻ തോന്നുന്നു. അപ്പൊ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ മൈൻഡിന് വ്യത്യാസങ്ങൾ, അല്ലെ? എന്താണ് സത്യം, എന്താണ് കള്ളം, എന്താണ് മറ്റുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള
കഴിവില്ല. അപ്പോൾ അവരെന്താ എന്തെന്താ ചെയ്യുന്നത്? റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. നമുക്ക് നമ്മൾ എന്താണ് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത്, നമ്മൾ ഇമാജിൻ ചെയ്ത് എന്തായാലും നമ്മൾ ബ്രെയിനിൽ അത് റിയൽ ആണെന്നുള്ള പോലെ വിശ്വസിക്കും. അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആളത് അത് റിയൽ ആണെന്നുള്ള, ഇപ്പൊ നടക്കുന്നതാണ് അല്ലെങ്കിൽ സത്യമാണെന്നുള്ള രീതിയിൽ ആണ് വിശ്വസിക്കും. അപ്പോ ഇനി അടുത്തതാണ് അടുത്ത പോയിന്റ്. ആദ്യം ആദ്യം വിഷ്വലൈസേഷൻ, പിന്നെ ഇപ്പോ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇനി അതിന്റെ പ്രോഗ്രാമിംഗ് പ്രോസസ് ആണ് നമുക്ക് സ്റ്റോറി. വിഷ്വലൈസേഷൻ റിപ്പീറ്റഡ് ആവുമ്പോൾ, ഇല്ലേ, നേരത്തെ പറഞ്ഞു നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട്, തോട്ടാണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അവിടെ ഫീലിംഗ് വരും, പിന്നെ അത് ആക്ഷൻ എടുക്കും, അവിടെ റിസൾട്ട് വരുന്നു. അപ്പൊ അതേപോലെ നമ്മുടെ വിഷ്വലൈസേഷൻ റിപ്പീറ്റഡ് ആയിട്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യും. ഇല്ലേ? ഇപ്പൊ നമ്മൾ മുൻപൊക്കെ പഠിച്ചു ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലൊരു ഫിൽറ്ററിംഗ് സിസ്റ്റം ഉണ്ട് എന്ന് പഠിച്ചു. അല്ലെ? നമ്മൾ ആദ്യം മൈൻഡിലേക്ക് ഒരു തോട്ട് കൊടുക്കും. ഇപ്പൊ സ്ഥിരമായിട്ട് കൊടുക്കുന്ന സമയത്ത്, ആ തോട്ടിങ്ങനെ കൊടുക്കുന്ന സമയത്ത്, നമ്മുടെ ഫീലിങ്ങുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് നോക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ റിപ്പീറ്റഡ്ലി ഇമാജിൻ ചെയ്താൽ ഇത് റിയൽ ആണെന്ന് നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കില്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഇത് സത്യമാണെന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് വിശ്വസിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യാണ്, സ്ഥിരമായിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പൊ അവിടെ വിശ്വസിക്കും. പിന്നെ നിങ്ങളവിടെ എന്താണെന്നുള്ളത് അത് അവിടെ ആയി മാറുകയും ചെയ്യും. ഇപ്പൊ എന്താണോ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ കാണുന്നത്, അത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതമായിട്ട് മാറുന്നു. അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളുടെ ആക്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചുമ്മാ കാണുന്നത് മാത്രമല്ല, നിങ്ങളുടെ റാസ് ആക്റ്റീവ് ആവും. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ ചെയ്യുന്നതാണ്. എനിക്ക് വിഷ്വലൈസേഷൻ ഉണ്ടായിട്ടും ഇല്ലാതെയും ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നിങ്ങളൊരു ഗോളിനെ കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ വിഷ്വൽ ചെയ്യാതെ നിങ്ങളൊരു ഗോളിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ റിസൾട്ട് എന്താണ്? അവിടെ കൺഫ്യൂഷൻ അല്ലേ? നിങ്ങൾക്ക് അവിടെ വിഷ്വലൈസേഷൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വിഷ്വലൊന്നും ചെയ്യാതെ ഒരു തോട്ട് വന്നു, അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അവിടെ ക്ലാരിറ്റി ഉണ്ടാവില്ല, അവിടെ റിസൾട്ട് എന്താ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അടുത്തത് വിഷ്വൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ക്ലിയർ ആയിട്ട് ഒരു ഇമേജ് ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്, അല്ലെ? നിങ്ങളുടെ ബിസിനസ് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ജോബ് എന്താണ്, നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഇമേജ് അവിടെ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും, അല്ലെ? അവിടെ നിങ്ങൾക്കൊരു വിശ്വാസം ബിൽഡ് ചെയ്യപ്പെടും. അവിടെ റിസൾട്ട് എന്താണ്? റിസൾട്ട് അവിടെ ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും, അവിടെ ക്ലാരിറ്റി ഉണ്ടാവും, എല്ലാം അവിടെ ഉണ്ടാവും. റിസൾട്ട് അവിടെ വരും. അപ്പോ അടുത്ത പോയിന്റ് ആണ് ഇമോഷൻ. വിഷ്വലൈസേഷനിൽ നമ്മുടെ ഇമോഷനും കൂടെ ആഡ് ചെയ്യും. വിഷ്വലൈസേഷനില് നമ്മള് ഇമോഷൻ ഇല്ലാതെ ഒറ്റയ്ക്ക് നമ്മളൊരു കാര്യം ചുമ്മാ ചിന്തിച്ച് നിങ്ങൾ ചുമ്മാ കാണുന്നതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. റിസൾട്ട് ലേറ്റ് ആവും. നിങ്ങൾ ആയിരം ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് വിഷ്വൽ ചെയ്യുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നു, ഇതേപോലെ ആ ഇൻഫർമേഷൻ എഴുതുന്നു, ഇതൊക്കെ പറയുമ്പോൾ ചിന്തിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് അവിടെ റിസൾട്ട് മാത്രമില്ല. അപ്പൊ നമ്മൾ വിഷ്വൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമോഷനും കൂടെ ഇല്ലാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് അവിടെ വരും. ഇമോഷൻ ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ
പവർഫുൾ ആവും. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കും, ഇമോഷനും ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന നിങ്ങളെ ചിന്തയിൽ മാത്രമല്ല, നിങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവിടെ ഇമോഷൻ നിങ്ങളിപ്പോ എന്താണ് നിങ്ങൾ എന്താണെന്നുള്ളത് ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ റിസൾട്ട് വരുന്നത്. ഇപ്പൊ ഇതിലുള്ള ഒരു കോമൺ മിസ്റ്റേക്ക് എന്താണ്? നമ്മളിതിൽ വരുന്ന മിസ്റ്റേക്ക് ആണ്, ഇമാജിൻ ചെയ്യും. അധികം ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഇത്. ഇമാജിൻ ചെയ്യും, പക്ഷെ അതില് ഒന്നെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് ചെയ്യില്ല, കൺസിസ്റ്റൻസി ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് വീഡിയോയിലൊക്കെ ചെയ്ത പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്യും, പിന്നീട് അത് അടക്കും. അല്ലെങ്കിൽ പിന്നെ അതിൽ ഫീലിംഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തതും നിങ്ങൾക്ക് കറക്റ്റ് ആവില്ല. അപ്പൊ അവിടെ വിശ്വാസം ഉണ്ടാവില്ല, ബിലീവ് ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സമയത്ത് മാത്രം നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതിയാവില്ല. റിപ്പീറ്റേഷൻ ആണ് നിങ്ങളുടെ മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ. നിങ്ങൾ ഇമോഷനും സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്ന തോട്ടുമാണ്. നിങ്ങളെ ഒറ്റ പ്രാവശ്യം ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവില്ല. റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ആഗ്രഹിച്ച പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. കൺസിസ്റ്റൻസി പ്രധാനമാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ബിലീഫും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അതാണ് നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്ന മാത്രമല്ല, ഇത് നിങ്ങളുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്നത് ആണ് കേട്ടോ. അടുത്തതാണ് ലെറ്റിംഗ് ഗോ. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിന്ന് ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. മാച്ച് അതിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് ലെറ്റ് ഇറ്റ് ഗോ. അപ്പൊ നമ്മളൊക്കെ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് നമ്മളത് വിട്ട് കളയുക, അല്ലെങ്കിൽ മറന്ന് കളയുക എന്നുള്ളതായിരുന്നു ആളുകൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത് കൺട്രോൾ വിടുക എന്നുള്ളതാണ്. കൺട്രോൾ വിടുക എന്താണ്? നിങ്ങൾ എഫേർട്ട് എടുത്തു, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തു, പിന്നെ നമ്മളത് വെയിറ്റ് ചെയ്തിട്ടില്ല. ഇനി റിസൾട്ട് എന്തായിരുന്നു, റിസൾട്ട് എന്തായിരിക്കും, ഇനി എപ്പോ നടക്കും അല്ലെ? ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നതാണ്, എപ്പോ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എപ്പോ എനിക്ക് കിട്ടും, വിഷ്വൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എത്ര പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ എപ്പോ റിസൾട്ട് വരും എന്നുള്ളതായിരിക്കും. നമ്മൾ ആദ്യം ഈ ഒരു കാര്യങ്ങൾ ചിന്തിക്കും, വിഷ്വൽ ചെയ്യും, കാര്യങ്ങൾ ചെയ്യും, പിന്നീട് നമ്മൾ ഫോക്കസ് ചെയ്യും, നമ്മൾ ഫോഴ്സ് ചെയ്യാണ് റിസൾട്ടിന് വേണ്ടി. പിന്നെ അത് തന്നെ ചിന്തിച്ചിരിക്കും, അതിനെ തന്നെ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതിന് സ്ട്രെസ് ആയിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൺട്രോള് വിട്ട് കളയുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തായാലും എഫേർട്ട് എടുത്തു അല്ലെ, കാര്യങ്ങൾ ചെയ്തു, വിഷ്വൽ ചെയ്തു, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, ഇൻഫർമേഷൻ എഴുതി, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തു, എല്ലാം ചെയ്തു. അപ്പൊ നിങ്ങളൊരു 100% നിങ്ങളൊരു കാര്യത്തിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിന്റെ റിസൾട്ടിലേക്ക് നോക്കിയിരിക്കേണ്ട. നിങ്ങൾ എപ്പോഴാണോ റെഡി ആവുന്നത് അല്ലെ, ആ ഒരു സമയത്ത് അവിടെ റിസൾട്ട് വന്നിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അധികം ആളുകൾക്കും ഇത് ബുദ്ധിമുട്ടായിട്ട് പോകുന്നത്? ലെറ്റ് ഇറ്റ് ഗോ. കാരണം ഇതെനിക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലെ, നമ്മളൊരു കാര്യം ചിന്തിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, വിഷ്വൽ ചെയ്തു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ഫിയർ, ഇത് നടന്നിട്ടില്ലെങ്കിൽ, എനിക്കിത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നുള്ള ചിന്ത വരും അല്ലെ. എനിക്കിത് നടന്നിട്ടില്ലെങ്കിൽ, ഞാനിത് ആഗ്രഹിച്ചതാണ്, ഇത് നടന്നിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയിട്ടില്ലെങ്കിലോ, അവിടെ പിന്നെ ഓവർ തിങ്കിങ് വരും അല്ലെ. പിന്നെ അതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. പിന്നെ അവിടെ സ്ട്രെസ് വരും, ഡൗട്ട് വരും. അപ്പൊ അത് ആ കാര്യം, ആ ഒരു കൺട്രോൾ നിങ്ങൾ വിട്ട് കളയാണ്. പിന്നെ അത് എങ്ങനെ നടക്കും? എപ്പോഴാണ് അത് നടക്കുന്നത്? നമ്മുടെ കൺട്രോൾ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ട്രസ്റ്റ്. നമ്മുടെ കൺട്രോൾ മൈൻഡ് സെറ്റ് ആണെങ്കിൽ എങ്ങനെ നടക്കും, എപ്പോഴും നടക്കുക എന്നുള്ളത് ആണ് വരും നമ്മുടെ മൈൻഡിൽ വരുന്നെങ്കിൽ നമ്മുടെ റിസൾട്ട് ടെൻഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ട്രസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇത് നടക്കും, എനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ
അതിന്റെ റിസൾട്ട് ആയിരിക്കും. നിങ്ങൾക്ക് അത് കറക്റ്റ് സമയത്ത് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, അല്ലെ? പീസ് ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. നിങ്ങൾ അവിടെ ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഒന്നിനെയും കൺട്രോൾ ചെയ്യുന്നില്ല, നിങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളൊന്നും ഫോഴ്സ് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവിടെ കാര്യങ്ങൾ ആ ഫ്ലോയിൽ നടക്കും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ലെറ്റിംഗ് ഗോ ഇത്രയും പവർഫുൾ ആകുന്നത്? നിങ്ങൾ കൺട്രോൾ ചെയ്താല് നിങ്ങൾ അയക്കുന്നത് ഡൗട്ടിന്റെ സിഗ്നലാണ്. നിങ്ങൾക്കൊന്നും നടക്കില്ല, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നുള്ളതല്ല, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല, നിങ്ങൾ ആ സിഗ്നലായിരിക്കും നടക്കുന്നത്. നിങ്ങൾ അവിടെ ട്രസ്റ്റ് ചെയ്താലോ, നിങ്ങളത് വിശ്വസിച്ചാല് നിങ്ങളൊരു വിശ്വാസത്തിന്റെ സിഗ്നലിലാണ്. എനിക്ക് എപ്പോഴും നടക്കും, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സിഗ്നൽ മാത്രമാണ് നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നത്. അവിടെ ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാല് നിങ്ങളതവിടെ ബ്ലോക്ക് ആവും. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ അവിടെ ബ്ലോക്ക് സംഭവിക്കും. അവിടെ ട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇവിടെ ട്രസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിനെ അലോ ചെയ്യും. അപ്പൊ യൂണിവേഴ്സ് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്ന എന്താണ്? വേർഡ്സിനല്ല, ഞങ്ങളുടെ ഫീലിങ്സിനാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. ഇതിനെയാണ് ഈ യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു എക്സാമ്പിൾ നോക്കുകയാണ്, നിങ്ങളൊരു എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്, നിങ്ങൾ എങ്ങനെയായിരിക്കും, നിങ്ങൾ ചിന്തിക്കണം എങ്ങനെയായിരിക്കും, ഫെയിൽ ആവുമോ, അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുക. എനിക്ക് എഴുതാൻ പറ്റുമോ, ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് എഴുതാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റുമ്പോൾ ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം, ഞാൻ അവിടെ ബെസ്റ്റ് കൊടുക്കും, എന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ എഴുതാൻ പറ്റും, നിങ്ങളെ അവിടെ എന്റെ ബെസ്റ്റ് അവിടെ കൊടുക്കും എന്നുള്ള ആണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണ്? അവിടെ ട്രസ്റ്റ് ആവും, നിങ്ങൾക്ക് അവിടെ സമാധാനമാവും, നിങ്ങൾക്കത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് അവിടെ പെർഫോം ചെയ്ത് പോരാൻ പറ്റും. അപ്പൊ അവിടെ സെയിം സിറ്റുവേഷൻ, റിസൾട്ട് എന്താണ്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന പല ആളുകളും ഒരു ലേസിനെസ് ആയിട്ട് ആണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇതൊരു ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതല്ല. അല്ലെ? ചില ആളുകൾ പറയാം മടിയായിട്ട് ഇരിക്കുക, ലെറ്റ് ഇറ്റ് ഗോ, എല്ലാം വിട്ടുകളൊന്നും ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ ചിന്തിക്കുക. അപ്പൊ അതൊന്നും ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതല്ല. അപ്പൊ നിങ്ങൾക്കിതിനെ ആദ്യം ആക്ഷൻ എടുക്കണം, അല്ലേ? നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് ആദ്യം ആക്ഷൻ എടുക്കണം. പിന്നെയാണ് നിങ്ങൾക്ക് അതിന്റെ അറ്റാച്ച്മെന്റ് വിടണം, അല്ലെ? നിങ്ങൾ അതിൽ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും, അല്ലെ? ഇതിപ്പോ നടക്കും, എങ്ങനെ നടക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ അതന്നെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു അറ്റാച്ച്മെന്റും കൂടെ നിങ്ങൾ വിടണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ ആ ഒരു കാര്യം ചിന്തിച്ചു, അതിനുള്ള കാര്യം, ആ ഇമോഷൻ വന്ന് നിങ്ങൾ അതിന് ആക്ഷൻ എടുത്തു. ബാക്കിയുള്ള റിസൾട്ട് നിങ്ങൾ വിട്ട് കളയാം. അതതിന്റെ പാർട്ടാണ്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സ്ട്രെസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ബോഡി ടൈറ്റ് ആയിരിക്കും, അല്ലെ? ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ, ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ എനർജി, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്ട്രെസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബോഡി ടൈറ്റ് ആവും, നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കും, അല്ലെ? നിങ്ങൾക്ക് ട്രസ്റ്റ് ഫീൽ ചെയ്യുമ്പോൾ ബോഡി റിലാക്സ് ആവും, നിങ്ങൾക്ക് മൈൻഡ് കാം ആവുകയും ചെയ്യും. അപ്പോൾ ഇത് ലെറ്റ് ഗോ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കല്ല, നിങ്ങളുടെ ഓരോ കാര്യങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഒരു മൈൻഡിന്റെ സ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ കാമാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ആ ഫ്ലോയില് സംഭവിക്കും. ഇതാണ് എനിക്ക് ഇന്നത്തെ ഹിന്ദി ഓറിൽ പറയാനുള്ളത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി ഞാൻ ടാസ്ക് എന്താണ് എന്നുള്ളത് കൂടെ പറയാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട, ബുക്കിൽ പറയുന്ന കാര്യങ്ങള്, നമുക്ക് ആരോഗ്യം, ധനം, സന്തോഷം എന്നിവയിലൂടെ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ആളുകളെ, ഒരു മൂന്ന് വ്യക്തികളെ എടുക്കാം.
നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കാം. നിങ്ങൾക്ക് ആരോഗ്യം, ധനം, സന്തോഷം എന്നിവയിലൂടെ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട 3 വ്യക്തികളെ തിരഞ്ഞെടുക്കാം. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ 3 വ്യക്തികളുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഫോണിലാവാം, അത് കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു മാന്ത്രിക വടി ഉണ്ടെന്നുള്ളത് ചിന്തിക്കാം. ഒരു സമയത്ത് ഒരാളുടെ ആ ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് ആ ഒരു ആളുടെ ഫോട്ടോ കയ്യിലെടുത്തിട്ട് കണ്ണുകൾ അടച്ചിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ആ വ്യക്തിയുടെ ആരോഗ്യം, സമ്പത്ത് അല്ലെങ്കിൽ സന്തോഷം എന്നിവ പൂർണ്ണമായും വീണ്ടെടുക്കപ്പെടുന്നു എന്ന് സങ്കല്പിക്കാം. ഇത് മാത്രം ചെയ്യാം. മനസ്സിലായോ? നിങ്ങൾക്ക് ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു 3 ആളുകളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിൽ ഒരാളെ ആദ്യം എടുക്കുക, എന്നിട്ട് അവരുടെ ആരോഗ്യം, സമ്പത്ത് ഇതെല്ലാം വർദ്ധിക്കുന്നതായിട്ട്, റെഡിയാവുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണാറുണ്ട്, ഫീൽ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? മനസ്സിലായി സാർ. ആ, ഓക്കെ. ഒന്ന് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. Thank you, sir.